ഹലോ. അപ്പോൾ നമ്മൾ കൊച്ചി പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് നമ്മൾ ഡയക്കർ സ്മാർട്ടിൽ പോയി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് അധികമല്ല കുറച്ച് ജേർണലിങ് അതുപോലെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഐറ്റംസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കുറച്ചായിട്ടുണ്ട് അൺബോക്സിങ് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട്. പക്ഷേ എന്താ ചെയ്യുക, എഡിറ്റിങ്ങും അപ്ലോഡിങ് കുറച്ച് തിരക്കായി പോയി. എന്തായാലും നമുക്ക് സംഭവം എന്തൊക്കെയാണെന്ന് കാണാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് ഞാൻ വാഷി ടേപ്സിൻ്റെ ഈ ഒരു സെറ്റാണ് മേടിച്ചത്. ഇത് കുറേ മുന്നേ തന്നെ മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ മറന്നുപോയി, അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോയപ്പോൾ കണ്ടപ്പോൾ ഓക്കെ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വാഷി ടേപ്സിൻ്റെ ഒരു ഡിസ്പെൻസറും കിട്ടുന്നതുകൊണ്ട് നമുക്ക് നല്ല യൂസ്ഫുൾ ആണല്ലോ. അങ്ങനെ അതെടുത്തു. പിന്നെ രണ്ടാമത് എടുത്തത് ഈ ഒരു വാഷി ടേപ്സിൻ്റെ സെറ്റാണ് കേട്ടോ. ഈ ഫ്ലവേഴ്സിൻ്റെ വരുന്നതാണ്. ഇത് വെച്ചിട്ട് നമുക്ക് അടിപൊളി ജേർണലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൽ നല്ലൊരു പാസ്റ്റൽ കളേഴ്സിൻ്റെ ഒരു സെറ്റാണിത്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് കുറച്ചും കൂടി ഒരു കളർഫുൾ ആയിട്ടുള്ള പച്ച, മഞ്ഞ, ചുവപ്പ് അങ്ങനത്തെ കുറച്ച് കളർഫുൾ ഐറ്റംസാണ് ഉദ്ദേശിച്ചത്. പക്ഷേ കുഴപ്പമില്ല, കിട്ടിയതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനേ. ഇതിൽ ഒരു പാസ്റ്റൽ ഷെയ്ഡ്സാണ് വരുന്നത്. പിങ്ക്, പർപ്പിള്, അതുപോലെ ബ്ലൂ, അങ്ങനത്തെ കുറച്ച് പേസ്റ്റൽ ഷെയ്ഡ്സാണ് ഇതിൽ വരുന്നത്. ഒരു കോഫി തീം അങ്ങനത്തെ ഒരു ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വെറും ഫ്ലവേഴ്സ് മാത്രമല്ല, അതിൽ തന്നെ കുറച്ചിങ്ങനെ എന്താ പറയുക, ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, സംഭവം പൊളിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിലേറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരിക്കണം ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വാഷി ടേപ്സിൻ്റെ ഈ സെറ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റും ഇങ്ങനത്തെ ഒരു വാഷി ടേപ്സ് തന്നെയാണ്. ഇതിൽ കുറച്ച് സ്റ്റാമ്പ്സിൻ്റെ കളക്ഷൻ പോലത്താണ്. ഒരു ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ, ഒരു തിളക്കമൊക്കെ. അപ്പോൾ അത് പിന്നെ ഇത് ഞാൻ ഡയക്കറ്റ്സ് നിന്ന് മേടിച്ചതല്ല, ഇത് സിസോന്ന് മേടിച്ചതാണ് കേട്ടോ. ജസ്റ്റ് ഇതിനും കൂടെ കാണിച്ചു എന്ന് മാത്രം. അതുപോലെ ഇതെന്താ വെച്ചാൽ കുട്ടികൾക്കൊക്കെ പറ്റുന്ന സംഭവമാണ്. മാജിക് സ്ക്രാച്ച് കാർഡ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഐറ്റമാണ്. അതിൻ്റെ ഒരു പെന്ന് പോലത്തെ സംഭവമുണ്ട്. അത് വെച്ചിട്ട് നമ്മളിങ്ങനെ സ്ക്രാച്ച് ചെയ്തിട്ട് ആ ഒരു ഷേപ്പ് ഇങ്ങനെ ആക്കിയെടുക്കുന്ന സംഭവമാണിത്. ഓക്കെ, ആ ഒരു ബ്ലാക്ക് കളറിലുള്ള മൊത്തം കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ല കളർഫുൾ ആയിട്ടുള്ള കളേഴ്സ് ഇങ്ങനെ തെളിഞ്ഞ് വരും. ഓക്കെ, നമ്മൾ സ്ക്രാച്ച് കാർഡൊക്കെ ആ പണ്ടത്തെയൊക്കെ സംഭവം ഉണ്ടാവില്ല, ആ സംഭവം തന്നെ. അപ്പോൾ അത് ഇനി ഒരു സ്റ്റിക്കറിൻ്റെ ബുക്കാണ്. ഇതിൽ ഞാൻ യെല്ലോ ഷെയ്ഡ് മാത്രമാണെന്ന് വിചാരിച്ചു, പക്ഷെ അങ്ങനെയല്ല. ഒരുപാട് കളേഴ്സിലുള്ള ഒരു ഫെയറി തീമൊക്കെ ആയിട്ട് വരുന്ന സ്റ്റിക്കേഴ്സിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ ഇത്. കുഴപ്പമില്ല, ഒരു ഓക്കെ. ഞാൻ വിചാരിച്ച അത്ര അടിപൊളിയായിട്ടില്ല, കുഴപ്പമില്ല. പിന്നെ ഇത് ബട്ടർഫ്ലൈയുടെ ഒരു സെറ്റാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഇതിൻ്റെ ഒരു പിങ്ക് ഉണ്ടായിരുന്നു, ഞാൻ ടെമൂന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ഒരു ബ്ലൂ ഷെയ്ഡും കൂടി ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ മേടിച്ചതാണ് ഈ ബട്ടർഫ്ലൈയുടെ ഈ സെറ്റ് കേട്ടോ. എന്തായാലും അടിപൊളിയാണ്, സെറ്റാണ്. ഓക്കെ, പിന്നെ അടുത്തത് ഞാൻ മേടിച്ചിരിക്കുന്നത് ഒരു കോഫി ഷോപ്പിൻ്റെ തീമിൽ വരുന്ന ഒരു സംഭവം. ഇത് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ടൈം പാസിനൊക്കെ ഒരു റിലാക്സിങ് മൂഡൊക്കെ കിട്ടാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. ചില സമയത്ത് നമുക്ക് ദേഷ്യം വരുമ്പോഴൊക്കെ ഇതൊന്നും എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ദേഷ്യമൊക്കെ കുറച്ച് കുറയും. നമുക്ക് ക്ഷമ നല്ലോണം വേണം. കാരണം ഓരോ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോഴും ജസ്റ്റ് ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ മാറും. അപ്പോൾ നമ്മൾ ഒട്ടിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ ഒട്ടിക്കുകയാണെങ്കിൽ പെർഫെക്റ്റായിട്ട് കിട്ടും. ഓക്കെ, പിന്നെ ഇത് ഒരു സ്റ്റിക്കർ സെറ്റാണ്. ഇത് ഞാൻ 2 ഷെയ്ഡ്സിൽ മേടിച്ചിരിക്കുന്നത്. ഒന്നൊരു ഓറഞ്ച് യെല്ലോ ഷെയ്ഡും അതേപോലെ ഒരു പർപ്പിൾ ബ്ലൂ ഷെയ്ഡുമാണ്. അങ്ങനെ 2 ഷെയ്ഡാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത്. കുഴപ്പമില്ല, ഒരു ഓക്കെ. പിന്നെ ഇത് ഞാൻ എടുത്തതല്ല, ഇത് ഹസ്ബൻഡ് എടുത്ത് തന്നതാണ്. ഇത് അടിപൊളിയാണ്, ഇത് സെറ്റാണെന്നും പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് കുഴപ്പമില്ല. ഒരു കാർഡ്സിൻ്റെ അതുപോലെ നമ്മുടെ തിയേറ്റർ കാർഡൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ ഒക്കെ സെറ്റ്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് അടിപൊളി, അതും നല്ല സെറ്റാണ്. പിന്നെ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു എന്താ പറയുക, റെഡ് കളറിലുള്ള എന്താ പറയുക, ഫെയറി തീം തന്നെയാണ് തോന്നുന്നു കണ്ടിട്ട്. ആ ഒരു ഗോൾഡൻ തിളക്കമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. പിന്നെയും ഒരു സ്റ്റിക്കറിൻ്റെ ഒരു ബുക്ക് തന്നെയാണ് കേട്ടോ. ഇതിലും പല കളേഴ്സിലുള്ള ഡിഫറെൻറ്റ് ഷെയ്ഡിലുള്ള പൂക്കളും ഫ്ലവേഴ്സ് മാത്രം. പൂക്കളും ഫ്ലവേഴ്സും ഒന്നാണല്ലോ അല്ലേ. ഓക്കെ, എന്തായാലും അതിൻ്റെ കട്ടിങ്സ് പീസുകളും ഉണ്ട്, അതേപോലെ വലിയ പീസുകളും ഉണ്ട്. ഓക്കെ, ഇതും ഹസ്ബൻഡ് എടുത്ത് തന്നതാണ്. പക്ഷേ ഇതിപ്പോൾ എന്തിനാണ് ഞാൻ മേടിച്ചതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇതിൻ്റെ ആവശ്യം എൻ്റെ അടുത്ത് ഇല്ല. ഓൾറെഡി എൻ്റെ അടുത്ത് ഇതിൻ്റെ ഒരു ബുക്ക് ഉണ്ടല്ലോ. എന്തായാലും അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൊച്ചി പോയ വ്ളോഗ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടോക്കാം കേട്ടോ. നമ്മൾ ഡയക്കർ സ്മാർട്ടിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംഭവങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടാക്കുക, അത്ര തന്നെ. അപ്പോൾ ടാറ്റാ, ബൈ, സീ യു. പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റൊക്കെ ഇടട്ടോ. അപ്പോൾ അത്ര തന്നെ.